ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് എൻ്റെ ചാനലിൽ കാണിക്കുന്നത് വെള്ളക്കടലയുടെ റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണ് ഈ വെള്ളക്കടല നല്ല എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കൂട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കടലക്കറിക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ആരെങ്കിലും പുതിയതായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണേ. ഇപ്പോൾ കറി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളക്കടലയാണിത് കേട്ടോ. ഇത് തലേ ദിവസം ഞാൻ കുതിർത്ത് വെച്ചതാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയാണ്, അതുപോലെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കി വെച്ചിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിതവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം, അതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പാത്രം വെച്ചതിന് ശേഷം അധികം നേരം വെയിറ്റ് ചെയ്യരുത് കേട്ടോ, പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഞാനിതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിനടുത്ത് പെരുംജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുത്തതിന് ശേഷം ഇതിൻ്റെ നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം മസാലേൻ്റെ കളറൊക്കെ അതാ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു പാകത്തിനാക്കിയിട്ട് എടുക്കണം. ഇത് ഇത്രയും മതി കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ അടുപ്പിൽ തന്നെ നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ കുക്കറൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒരു പകുതി വേവായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ അത് നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടലക്കറിയിലേക്കുള്ള മസാലക്കൂട്ട് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. നമുക്കൊരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടിട്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള കടല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കടല മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടല ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഈ കടല മുഴുവനായിട്ട് മുങ്ങി പോകുന്ന തരത്തിലുള്ളതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ 4 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കടലക്കറി ഇതാ ഇവിടെ കുക്കറിൽ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഇളക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു 1/4 കപ്പ് തേങ്ങ അരച്ച് ചേർത്താൽ മതി. വെറും തേങ്ങ മാത്രം മതി കേട്ടോ. അതിൽ വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരാനായിട്ട് കാത്തു നിൽക്കാം. ആ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറി നല്ലവണ്ണം തിളച്ച് വരുന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതത് ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ കടലക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.